SNDP യോഗവുമായുള്ള ഐക്യം പാളിയതിന് പിന്നിൽ ബാഹ്യ ഇടപെടലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം തള്ളി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ചർച്ചയുടെ സമയവും പത്മ പുരസ്കാര പ്രഖ്യാപനവും ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയ ഇടപെടലുണ്ടോ എന്ന് സംശയമുണ്ടായി. ചർച്ചയ്ക്ക് വിടേണ്ടത് തുഷാർ വെള്ളാപ്പള്ളി അല്ലെന്നും G. സുകുമാരൻ നായർ തുറന്നടിച്ചു. ഡയറക്ട് ബോർഡ് യോഗം എൻ്റെ അഭിപ്രായം ത്തോടുകൂടി യുനാനിമസായിട്ട് ഈ ഐക്യം നമുക്ക് വേണ്ട. ഈ NSSന്റെ തീരുമാനത്തെ സംശയിക്കുന്നത് പോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ഇടപെടലുണ്ട്, ആരെയോ ഇടപെടലുണ്ട്. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട, കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചതിൽ ആക്ഷേപമില്ല, താൻ വിചാരിച്ചാൽ തനിക്കും കിട്ടിയേനെയെന്നും സ്ഥാനമാനങ്ങളോട് ആഗ്രഹമില്ലെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. പത്മഭൂഷൺ കൊടുത്തതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും അതൃപ്തിയൊന്നുമില്ല. അദ്ദേഹത്തിന് അർഹതപ്പെട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെ. അതിനകത്ത് ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല. അതിനെ സംബന്ധിച്ച് ഇതുമായിട്ട് രാഷ്ട്രീയമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ചെയ്തത്. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ കേട്ടോ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. തനിക്ക് പത്മഭൂഷൺ കിട്ടിയത് സംഘടനയെ മുന്നോട്ട് നയിച്ചതിലെ മികവ് കൊണ്ടാണെന്നും ഐക്യത്തിൽ രാഷ്ട്രീയമില്ല എന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഐക്യമില്ലാതായതിൽ വിഷമമോ പ്രതിഷേധമോ ഇല്ലെന്നും NSS സഹോദര സമുദായമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അത് പറഞ്ഞതുകൂടി കേൾക്കാം. എനിക്ക് ഈ ഭൂഷണം കിട്ടുമ്പോൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെയും അംഗീകാരമാണ്. ആ അംഗീകാരം കാരണക്കാരെല്ലാം നിങ്ങളാണ്. ആ അംഗീകാരം സമുദായത്തിനാണ് കിട്ടിയത്, വെള്ളാപ്പള്ളി നടേശനല്ല. ഈ അവാർഡ് പത്മഭൂഷൺ കിട്ടിയെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന് കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ കണക്കുന്നു. അത് ഗുരുവിൻ്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ആദ്യം G. സുകുമാരൻ നായർ ഇങ്ങനെ ഒരു ഐക്യത്തിനോട് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചതാണ്, തുഷാർ വെള്ളാപ്പള്ളിയെ സ്വീകരിക്കും, സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞെടുത്തതെന്ന് പിന്നീട് ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം മറ്റൊന്നായി മാറിയിരുന്നു. അങ്ങനെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. G. സുകുമാരൻ നായരെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായതുമില്ല. തൊട്ടു പിന്നാലെ G. സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇങ്ങനെയൊരു ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം പൂർണ്ണമായും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം എവിടെയാണ് തനിക്ക് സംശയം ഉണ്ടായത്, ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന സംശയം വന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പത്മഭൂഷൺ ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണ് അത് നൽകിയത് എന്നും അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളി എന്ന BJP-കാരനെ വിടുന്നത് അത് ശരിയാണോ എന്നുള്ള ചിന്ത, അവിടെ ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടോ എന്ന ചിന്ത. അപ്പോൾ വ്യക്തമായി തന്നെ ഇന്നിപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് G. സുകുമാരൻ നായർ, അല്ലേ? അനുജ, തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ യാതൊരു തരത്തിലും ഒരു പ്രകോപനം ഉണ്ടാകാതിരിക്കാനുള്ള വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ മയപ്പെടുത്തിയും സുകുമാരൻ നായരെ അല്പം പുകഴ്ത്തിയുമൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ആ പ്രസംഗത്തിൽ പോലും ചില കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ NSSും സുകുമാരൻ നായരും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു മറുപടി ഈ വിഷയത്തിൽ സുകുമാരൻ നായർ പറഞ്ഞത്. രണ്ട് കാര്യങ്ങളാണ് അനുജ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ടുമുള്ളത്. ഈ BJP NDA നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചകൾക്ക് വിട്ടത് എന്തിന് എന്നുള്ള ചോദ്യമാണ് ഈ ഒരു ഐക്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയായി വന്നത്. അത് ചിന്തിച്ചപ്പോൾ തനിക്കത് ശരിയല്ലെന്ന് തോന്നി. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പത്മ പുരസ്കാര പ്രഖ്യാപനം കൂടി വരുന്നത്. അതും കൂടി വന്നപ്പോൾ അതിനുള്ളൊരു കാരണം ഒരു 3 ദിവസത്തെ ഒരു താമസം. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇരുവിഭാഗവും പറഞ്ഞു, ഫോണിൽ സംസാരിച്ചു. അതിനുശേഷം ഒരു 3 ദിവസം വൈകി, അതായത് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞതിന് ശേഷം വെറുതെ ഒരു കാലതാമസം ഉണ്ടാക്കി. അതിനുശേഷം ഈ പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഐക്യമാകാമെന്നുള്ളൊരു നീക്കം, ഒരു കൂടിക്കാഴ്ച നടത്താമെന്നാണ് പറയാനിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു രാഷ്ട്രീയമുണ്ടോ, ആ ഒരു കാലതാമസം
വരുത്തിയതിൽ രാഷ്ട്രീയമുണ്ടോ എന്നൊരു സംശയമാണ് സുകുമാരൻ നായർക്കുള്ളത്. എന്തായാലും ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്നൊരു സംശയം NSSനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു തീരുമാനമെടുത്തത് അത് തന്റെ തീരുമാനമായിരുന്നു. തനിക്കാണ് ആദ്യം അങ്ങനെ ഒരു സംശയം തോന്നിയത്. അതുകൊണ്ട് തന്നെ തനിക്ക് തോന്നിയ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒരു പ്രമേയമായിട്ട് എഴുതി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയായിരുന്നു. അതിന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി പറഞ്ഞ ആ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും തള്ളുന്ന സുകുമാരൻ നായരെയാണ് കാണാൻ സാധിച്ചത്. സൗഹൃദം തുടരും, എന്നാൽ ഐക്യം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല, അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ പോലും അങ്ങനെ ഒരു ഐക്യത്തിന്റെ സാധ്യതകൾ ഇല്ല എന്ന് പറഞ്ഞാണ് പൂർണ്ണമായും ആ കാര്യങ്ങളെ തള്ളിയിരിക്കുന്നത്. എന്തായാലും മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഐക്യമൊക്കെ പരാജയപ്പെടുമ്പോൾ സാധാരണ പരസ്പരം വാക്പോര് നടത്തുന്ന നേതാക്കളെയാണ് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാക്പോരിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ സുകുമാരൻ നായരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്പം കൂടി കൃത്യമായി വ്യക്തത വരുത്തിക്കൊണ്ടുള്ള മറുപടിയാണ് വെള്ളാപ്പള്ളി നടേശന് നൽകിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിലൊരു മറുപടിയല്ല നൽകിയെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് NSSലുള്ള ആളുകൾ സുകുമാരൻ നായരെ വെറുക്കരുത് എന്ന് പറഞ്ഞ ആ വരി പോലും സുകുമാരൻ നായർ എടുത്ത് പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു പരാമർശം എന്തിന് വെള്ളാപ്പള്ളി നടത്തി എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് സുകുമാരൻ നായർ. പത്മ പുരസ്കാരങ്ങളൊക്കെ താൻ വേണമെന്ന് വിചാരിച്ചാൽ പണ്ടേ തനിക്ക് ലഭിക്കുമായിരുന്നു. അങ്ങനെ പല അധികാരങ്ങളും പല കാര്യങ്ങളും താനൊന്ന് വിചാരിച്ചാൽ തനിക്ക് ലഭിക്കുന്നതായിരുന്നു. പക്ഷേ അതിനൊന്നും താൻ പോയിട്ടില്ല എന്നുകൂടി പറഞ്ഞാണ് സുകുമാരൻ നായർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. പതിവ് പോലെ ഈ സതീശന്റെ കാര്യത്തിലും ചില പരാമർശങ്ങൾ നടത്തി. അത് മുൻപ് പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. വോട്ടിന് വേണ്ടി NSSൽ വന്നതും അതിനുശേഷം അത് തള്ളിപ്പറഞ്ഞതും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ദൂതനെ അയച്ച കാര്യങ്ങളുമെല്ലാം സുകുമാരൻ നായർ ഇന്നും ആവർത്തിച്ചു. ഏതായാലും ഐക്യമുണ്ടാകില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു സുകുമാരൻ നായർ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വെള്ളാപ്പള്ളിയും SNDPയും ഒക്കെ എന്ത് പ്രതികരണം ഇതിൽ നടത്തുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അനുജ, അതാണ് ഇന്ന് കൂടുതൽ വിശദീകരണവുമായി G. സുകുമാരൻ നായർ വരുന്നു. വെള്ളാപ്പള്ളി നടേശന് മറുപടിയും നൽകുന്നു. അദ്ദേഹത്തിന്റെ ആരോപണം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് G. സുകുമാരൻ നായർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.